ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവോ അല്ലെങ്കിൽ വിവരങ്ങളോ കോടതിയിൽ നിന്നും വന്നിട്ടില്ല. പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കോടതിയിൽ പരിഗണിക്കേണ്ടിയിരുന്ന റിയാദ് ക്രിമിനൽ കോടതിയിൽ പരിഗണിക്കേണ്ടിയിരുന്ന എല്ലാ കേസുകളും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കേസുകൾ എടുക്കുന്നത് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ റഹീമിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ട് റഹീമൊക്കെ അതിൽ പങ്കെടുക്കേണ്ടതാണ്. അങ്ങനെ സാങ്കേതിക തകരാർ വന്നതിന്റെ ഭാഗമായിട്ട് കേസുകളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. അല്ലാതെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അവ്യക്തതയുടെ പേരിലോ വാദത്തിന്റെ പേരിലോ ഒന്നുമല്ല. ഇങ്ങനെ തീർത്തും സാങ്കേതികമാണ്. വളരെ പെട്ടെന്ന് തന്നെ പുതിയ തീയതി കോടതി ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആ പുതിയ തീയതി ഏത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച ഒരു മനുഷ്യൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ശ്രീ ബോബി ചെമ്പണ്ണൂർ. അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരത്തു നിന്നും നടത്തം തുടങ്ങി അങ്ങോട്ട് തൃശ്ശൂർ എത്തുമ്പോഴേക്കാണ് ഈ പറയുന്ന 34 കോടിയും അതിലധികവും എത്തുന്നത്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നല്ലേ? അതെ, വലിയ പ്രതീക്ഷ. നിർഭാഗ്യകരം, ഇപ്പൊ 4ാമത്തെ പ്രാവശ്യവും സം റീസൺ അത് മാറിയിരിക്കുകയാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയമായിട്ടില്ല പുറത്തിറങ്ങാൻ എന്നതാണ്. അതേപോലെ തന്നെയാണ് അബ്ദുറഹീം മരിക്കാൻ പാടില്ല, അതും സമയമാണ്. എന്തൊക്കെ വിചാരിച്ചാൽ എന്തൊക്കെയാണെങ്കിൽ ഒരു മനുഷ്യൻ ജനനം എപ്പോൾ, മരണം എപ്പോൾ, എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് അബ്ദുറഹീം മരിക്കില്ല എന്നുള്ള ആളുടെ വിധിയാണ്, നമ്മുടെ കഴിവൊന്നല്ല. നമ്മളൊക്കെ എല്ലാവരും കൂടെ ഞാനൊക്കെ അതിനൊരു കാരണമായിരുന്നുള്ളൂ, അതെന്റെ കഴിവല്ല. പക്ഷെ അതുകൊണ്ട് തീർച്ചയായിട്ടും സമയമായിട്ടില്ല അബ്ദുറഹീം, ഒന്നും പേടിക്കേണ്ട. സമയമാവുമ്പോ പുറത്തോട്ട് വരും. പിന്നെ എല്ലാ മലയാളികളോടും നന്ദി. കാരണം എന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുക, തോറും പൈസ തന്ന ആൾക്കാര് ഇറങ്ങാത്ത ഇതിനിടയ്ക്ക് പല നെഗറ്റീവ് ന്യൂസുകൾ വരുന്നുണ്ട് പലതും. അപ്പൊ പലരും വിളിച്ചു ചോദിക്കണം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എന്താണ് ബോച്ച. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം കൂടിയായി. ഞാൻ പറഞ്ഞു സമയമായാൽ ഇത് നടക്കൂ. പൈസ കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഉടൻ തന്നെ അബ്ദുറഹീം പുറത്തു വരുന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ്. അതൊരു ചെറിയ കാര്യമല്ല. സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വധശിക്ഷ ജൂലൈയിൽ തന്നെ ഒഴിവാക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മോചനത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ശ്രമിക്കുന്നത്. പലരും മുമ്പൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്. അപ്പൊ ഞാൻ പറയും 812 കിലോമീറ്റർ ഓടി വേൾഡ് റെക്കോർഡും മറ്റേ ഗിന്നസ് റെക്കോർഡും അല്ലെങ്കിൽ ജീവിതത്തിൽ പല പല സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ലഭിക്കും, അതായിരുന്നു. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു, അതിനൊരു കാരണക്കാരനായി എന്നുള്ളൊരു ഭാഗ്യം കിട്ടി. അതിനൊപ്പം മലയാളികൾ എല്ലാവരും കൂടെ നിന്ന് ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് നിന്ന് ജാതി മതം ഒന്നും നോക്കാതെ ലോകത്ത് തന്നെ 34 കോടി രൂപ കൊടുത്ത് ഒരു വ്യക്തിയെ രക്ഷിച്ച സംഭവം ലോകത്തില്ല. അതുകൊണ്ട് മലയാളികളൊക്കെ ഒരു വേൾഡ് റെക്കോർഡാണ് ഇതിൽ നേടിയിരിക്കുന്നത്. മലയാളികളുടെ മനസ്സാണ്. എന്തൊക്കെ ചെളി വാരി എറിഞ്ഞാലും ഒരു യഥാർത്ഥ ആവശ്യം വന്നാൽ കൂടെ നിന്ന് കാണിച്ച ലോകത്തിന് മാതൃകയായി. അതാണ് മലയാളി. താങ്ക് യു വെരി മച്ച്. ഏതായാലും ഇതാണ് ഇപ്പോൾ ഈ കേസിൽ ഇന്നിപ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം അനുകൂല വിധി ഉണ്ടായാൽ പോലും അബ്ദുൾ റഹീം നാട്ടിലേക്ക് മടങ്ങുന്നതിന് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. കാരണം ഈ മേൽക്കോടതിയെ ഇക്കാര്യം ഉത്തരവ് അറിയിക്കണം. അതിനുശേഷം ഗവർണറേറ്റിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഉത്തരവും നടപടിക്രമങ്ങളും ഉണ്ടാകണം. അതിനുശേഷം സൗദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രാലയവും ഇന്ത്യൻ എംബസിയെയും ഇക്കാര്യം അറിയിച്ചതിന് ശേഷമാണ് ഡിപ്പോർട്ടേഷൻ, നാടുകടത്തലാണ് സംഭവിക്കുക. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കുറച്ചുകൂടെ ദിവസങ്ങൾ വേണ്ടിവരും. ഏതായാലും കൂടുതൽ വൈകാതെ തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും നാട്ടിലേക്ക് അബ്ദുൾ റഹീം തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാൻ ദിവസം. ശരി. സുരേഷ് വെള്ളിമുറ്റുമാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണമാണ് കണ്ടത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ എന്നാണ് അടുത്ത ദിവസം ഇത് കോടതിയിൽ പരിഗണിക്കാൻ എടുക്കുക എന്നുകൂടി അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.